ഭാരതത്തിൻ്റെ ജനാധിപത്യ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഉപരിസഭയിൽ അംഗമായി ചെല്ലുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കൗതുകം നിറഞ്ഞ ഒരു മുൻവിധിയോടെയാണ് അവിടേക്ക് പോയത്. കൗതുകം എന്ന് പറയാൻ കാരണം നേരത്തെയൊക്കെ ടെലിവിഷൻ സ്ക്രീനിൽ മാത്രമാണ് ഈ സഭാ നടപടിക്രമങ്ങളൊക്കെ കാണുന്നത്. ദീർഘനേരം കണ്ട് ശീലമൊക്കെ ഉണ്ട്, അത് ആ നിലയ്ക്കത് കാണാനൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് പിടയും, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു കൗതുകത്തോടെയാണ് സഭയിലേക്ക് പോയത്. അപ്പം ആദ്യം ഈ സത്യപ്രതിജ്ഞ എന്ന ഒരു കാര്യക്രമം, സത്യപ്രതിജ്ഞ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു പരിശീലനം എനിക്ക് കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരിടമായതുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ സഭയിലെത്തി. അപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ ചടങ്ങ് എങ്ങനെയായിരിക്കും, നമ്മളെ പേര് വിളിക്കുന്നു, സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു, നമുക്ക് നിശ്ചയിച്ച സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മുൻപരിചയമൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അത് സംഭവിക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ നേരത്തെ പാർലമെന്റ് സഭയിലെത്തി, ഞാനും എത്തി. അദ്ദേഹം എനിക്ക് എൻ്റെ കൂടെ നടന്ന് അതെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് എൻ്റെ പേര് വിളിക്കുന്നതോടൊപ്പം അന്ന് ചേറലുണ്ടായിരുന്ന ജഗ്ദീപ് ധൻകർജി, അദ്ദേഹം ഞാൻ ആരാണ് എന്ന് സഭയെ പരിചയപ്പെടുത്തി. അത് അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ചധികം സമയം എടുത്തുകൊണ്ടുള്ളൊരു പരിചയപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധ്യമായത് സഭയിലെ മുഴുവൻ ആളുകൾക്കും മുഖം പരിചയപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാൻ സാധിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ അക്രമത്തിൻ്റെ അനുഭവസ്ഥൻ കൂടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഈ അക്രമത്തിൻ്റെ എത്രത്തോളം അതിന് സ്ഥാനമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു മർമ്മരങ്ങൾ അവിടെ പ്രതിധ്വനിച്ചിട്ടുണ്ടാകണം. കേരളത്തിൽ നിന്നുള്ള എം പിമാരുമുണ്ട്, അവരെ എങ്ങനെ അത് സ്വാധീനിച്ചു എന്നും അറിയില്ല. പക്ഷെ പിന്നീട് പ്രമുഖരായ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പോലും, അപ്പോൾ ജയറാം രമേശ്, അദ്ദേഹം എന്നെ സഭയുടെ ഇടനാഴിയിൽ വെച്ച് കണ്ട സമയത്ത് പിടിച്ചു നിർത്തി സംസാരിച്ചൊരനുഭവം ഉണ്ടായിരുന്നു. അതുപോലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ മുകുൾ വാസ്നിക്ക്, അതുപോലെ മല്ലികാർജുൻ ഖാർഗെ, അവരൊക്കെ ഇടനാഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് താല്പര്യത്തോടെ വന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള അനുഭവങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്ന പലരും, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ, അവർ ബംഗാളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ഈ മാർക്സിസ്റ്റ് അക്രമത്തിൻ്റെ കൃത്യമായ അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തുല്യ ദുഃഖിതർ എന്ന ഭാവത്തിലോ എന്തോ അവരും നല്ല തോതിൽ സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ആ നിലയ്ക്ക് സൗഹാർദ്ദപൂർണമാണ് സഭയിലെ അനുഭവങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ നിരാശപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൗതുകവും അതുവഴി ഉണ്ടാകുന്ന സന്തോഷമൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിരാശ തോന്നിയ അനുഭവം. ഒരു മാസമാണ് സഭ, ജൂലൈ 21 ആരംഭിക്കുന്നു, ആഗസ്റ്റ് 21 വരെ. അതിനിടയിൽ ചില ഒഴിവ് ദിവസങ്ങളൊക്കെ വന്നാൽ കണക്കൂട്ടിയാൽ നമ്മൾ 20-22 ദിവസങ്ങൾ സഭ നടന്നു. പക്ഷെ ഒരു വിഷയത്തിൽ ഒഴിച്ച്, ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് സഭ തുടങ്ങിയ ദിവസം തന്നെ ചർച്ച ആവശ്യപ്പെടുക പ്രതിപക്ഷം. ഉടനെ തന്നെ സഭാ നേതാവ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നഡ്ഡാജി എഴുന്നേറ്റ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയം, നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാണ്, നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം അവിടെ ആവർത്തിക്കുന്നു. അതിൻ്റെ പേരിൽ ബഹളമുണ്ടായി. പക്ഷെ നഡ്ഡാജി അത് പറഞ്ഞപ്പോഴും അവരെ അടങ്ങാൻ കൂട്ടാക്കുന്നില്ല, അവർ വീണ്ടും ബഹളം തുടരുകയാണ്. എന്നിട്ട് പിന്നെ സഭ നിർത്തിവെക്കേണ്ടി വരികയാണ്. പക്ഷെ ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച 17 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ച നടന്നു എന്നതൊഴിച്ചാൽ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചും സഭയിൽ ചർച്ച ചെയ്യാനോ അത് ആശയ സംവാദത്തിലൂടെ തെളിമ വരുത്താനോ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടായില്ല എന്ന ദൗർഭാഗ്യകരമായ അനുഭവം. അതാണ് ഞാൻ പറഞ്ഞത് നിരാശ തോന്നി എന്നുള്ളത്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. നമുക്ക് ഇന്ന വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കണം. അപ്പം അതിനുള്ള ഒരു അവസരം ഈ ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നൊരു നിരാശയുണ്ട്. മാത്രമല്ല, എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയെ ഈ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ മോശക്കാരൊന്നുമല്ല, പ്രഗത്ഭമതികൾ തന്നെയാണ്. എന്നിട്ട് പോലും ഈ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും ഭാരതത്തെ പോലെ വിശ്വവിശാലമായ ഈ രാഷ്ട്രത്തിന് ചേരുന്നതല്ല, നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിന് ചേരുന്നതല്ല. പ്രതിഷേധിക്കാം, ബഹളമുണ്ടാക്കാം,
അതും സഭയിൽ നടക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് സ്ഥിരം അതാണ് പരിപാടി എന്ന നിലയ്ക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ബില്ലുകൾ സഭയിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത്, അവതരിപ്പിക്കപ്പെട്ട സമയത്ത് അതിനോട് വിമർശനാത്മകമായി പോലും സഹകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷം തയ്യാറായില്ല എന്ന് കണ്ടപ്പോഴുള്ളൊരു നിരാശ, അതാണ് ഞാൻ നിരാശയെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിൽ നിന്നുള്ളവർ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും ഈ പറഞ്ഞതുപോലെ സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്. അത് ഇന്ന രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ എന്നില്ല, എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. ഞാനും അത്തരത്തിൽ തന്നെയാണ് അവരോട് ഇടപഴകിയത്. അപ്പം നമുക്ക് രാഷ്ട്രീയമായി നമ്മളെ സംസ്കാരം അതാണല്ലോ, വിവിധ ആശയങ്ങളാണ് നമ്മൾ ഹൃദയത്തിൽ ഏറ്റിയതെങ്കിലും നാടിനു വേണ്ടി എന്നുള്ള നിലയ്ക്ക് അവർ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരും ചെയ്യുന്നത് രാഷ്ട്ര സേവനമാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളെ അവർ അംഗീകരിക്കുന്നില്ല, പക്ഷെ നമുക്ക് അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് അവരോട് ഇടപഴകാറുള്ളത്. അത് എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമുക്ക് ശത്രുക്കളില്ല. അവരൊക്കെ BJP അല്ലെങ്കിൽ സംഘപരിവാർ ശത്രുപക്ഷത്ത് നിർത്തി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല, നമ്മൾ അവരുടെ പ്രതിയോഗികൾ അല്ലെങ്കിൽ നമ്മുടെ എതിർപക്ഷക്കാർ എന്ന നിലയ്ക്ക് മാത്രമേ കാണുന്നത്. ശത്രു സംഹരിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ ആ സംഹാര ബുദ്ധിയോടെയാണ് നമ്മളോട് ഇവർ പെരുമാറുന്നതെങ്കിലും നമ്മൾ അങ്ങനെയല്ല. നമ്മോടൊപ്പമുള്ളവർ നാളെ നമ്മോടൊപ്പം വരേണ്ടവർ, ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പം അത് സംഘടനയിൽ നിന്ന്, പ്രസ്ഥാനത്തിൽ നിന്ന്, സംഘത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. അത് ജീവിതത്തിൽ അനുവർത്തിക്കണം എന്ന തരത്തിൽ തന്നെയാണ് സഭയിലും പുറത്തും ഒക്കെ പെരുമാറുന്നത്. ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ നോമിനേഷൻ ഇപ്പം നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ സാമൂഹ്യ സേവനം, വിദ്യാഭ്യാസം, കല തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആൾ എന്ന നിലയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലകളോട് കുറച്ച് കൂടുതൽ പ്രതിബദ്ധത പുലർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ സാമൂഹിക സേവനം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഐശ്വര്യപൂർണമായ ജീവിതം സാക്ഷാത്കരിക്കപ്പെടാൻ എന്തൊക്കെ വേണമോ, റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട്, വിദ്യാലയങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്, സാംസ്കാരികമായ ഉന്നതി. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥാപനം തന്നെ സാംസ്കാരികമായി അത്യുന്നത സ്ഥാനത്തേക്ക്, പദവിയിലേക്ക് നമ്മുടെ ഗ്രാമത്തെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഭാരതത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്ത് ഈ സ്ഥാപനത്തിനുണ്ട്. അത് ആരംഭിച്ച മഹാമനീഷികൾക്കുണ്ട്. മാധവജി പോലുള്ള മഹാമനീഷികൾക്ക് ആ സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സംഘം 100 വർഷം പിന്നിടുകയാണ്. അപ്പോൾ സംഘം ആരംഭിക്കുന്ന കാലത്ത് പരംപൂജനീയ ഡോക്ടർജിക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സങ്കല്പം. ത്രികാലജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അന്ന് 10-15 പേരെ ചേർത്ത് വെച്ചൊരു സംഘടന ആരംഭിക്കുന്നു എന്ന്, സംഘം ആരംഭിക്കുന്നു എന്ന് തുടങ്ങി സംഘം പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ഇത് സംഘം എങ്ങനെയായിരിക്കും എന്ന് ദീർഘദർശനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥാപനം, തന്ത്രവിദ്യാപീഠം എന്ന ഈ സ്ഥാപനം നാളെ എങ്ങനെയായിത്തീരും എന്നൊരു സ്വപ്നം മാധവജിയെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്നത് എന്താണോ അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അനേകം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ സാമൂഹിക സേവനം എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തെ പിടികൂടുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു വിദ്യാഭ്യാസമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴുമായിട്ട് നമുക്ക് ലഭിച്ചത്. ആ അവസ്ഥ മാറ്റിയെടുക്കണം. അതിന് സ്ഥാപനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആശയതലത്തിൽ ആ നിലയിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ പലതുമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി തീരാൻ താല്പര്യമുണ്ട്. പിന്നെ പൊതുവിൽ നമ്മുടെ രാഷ്ട്ര വികസനം എന്ന് വരുമ്പോൾ മനുഷ്യവിഭവം വളരെ പ്രധാനമാണ്. മനുഷ്യവിഭവത്തെ ശാക്തീകരിക്കുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. അപ്പം ആ മേഖലകളെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയാണോ വഴികൾ, ഏതൊക്കെയാണോ സാധ്യതകൾ എന്ന് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടും. അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്.